പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന ചാപ്റ്ററിൽ കൊഹഷൻ ആൻഡ് കപ്ലിംഗ് എന്ന പോർഷനിലാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. സോഫ്റ്റ്വെയർ ഡിസൈൻ രണ്ടു തരത്തിൽ ഉണ്ടെന്നും അവ ഫങ്ഷൻ ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്നും ഓബ്ജക്റ്റ് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്നും രണ്ടു തരത്തിലാണെന്നും സോഫ്റ്റ്വെയർ ഡിസൈൻ്റെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിച്ചു. അതിന് തുടർച്ചയായി ഈ പുതിയ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻ ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡിസൈനെ പറ്റിയിട്ടാണ്. രണ്ടു തരം സോഫ്റ്റ്വെയർ ഡിസൈൻ ഉണ്ട്. ആദ്യത്തേത് ഫങ്ഷനുകളെ ആസ്പദമാക്കി ചെയ്യുന്ന ഡിസൈനും രണ്ടാമത്തവ ഓബ്ജക്റ്റുകളെ ആധാരമാക്കി നടത്തിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡിസൈനുമാണ്. ഈ ക്ലാസ്സിൽ ഫങ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ്റെ അടിസ്ഥാനപരമായ ചില വിവരങ്ങളെ ആണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം എന്താണ് ഫങ്ഷൻ ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പരിശോധിക്കാം. സാധാരണയായി ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയർ കുറേയധികം ഫങ്ഷനുകളുടെ ഒരു ബണ്ടിലാണ്. അങ്ങനെയാണെങ്കിൽ ഹൈ ലെവൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും പലതരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷനുകളുള്ള ഒരു സൂപ്പർ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ സെറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഹൈ ലെവൽ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷനിലൂടെ സക്സസീവായി ഈ ഹൈ ലെവൽ ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്ത് മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനുകളാക്കി മാറ്റുന്നു. അങ്ങനെ ഈ ടോപ്പ് ഡൗൺ ഡിസൈൻ പൂർത്തീകരിച്ച ശേഷം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഫംഗ്ഷനുകളെ മോഡ്യൂൾസായി മാറ്റുകയും ആ മോഡ്യൂളിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സ്ട്രക്ചേർഡ് അനാലിസിസ്, സ്ട്രക്ചേർഡ് ഡിസൈൻ്റെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ നമുക്ക് പരിശോധിക്കാം. രണ്ടു തരത്തിൽ സ്ട്രക്ചേർഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ മെത്തഡോളജി രണ്ടു തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് സ്ട്രക്ചേർഡ് അനാലിസിസ് SA എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, മറ്റൊന്ന് സ്ട്രക്ചേർഡ് ഡിസൈൻ SD. ഇവ രണ്ടിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അടുത്ത പേജിൽ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ സൂചിപ്പിക്കുന്നു. ഈ പിക്ചറിൽ നിന്നും SRS ഡോക്യുമെന്റ് സ്ട്രക്ചേർഡ് അനാലിസിസ് വഴിക്ക് DFD മോഡലായി മാറുന്നു എന്നും ആ DFD മോഡലിനെ സ്ട്രക്ചേർഡ് ഡിസൈനിലൂടെ സ്ട്രക്ചർ ചാർട്ടായി മാറ്റുമെന്നും നമുക്ക് കാണാൻ കഴിയും. ഡേറ്റ സ്ട്രക്ചർ ഡ്യൂറിങ് സ്ട്രക്ചേർഡ് അനാലിസിസ് SRS document is transferred to data flow diagram. അല്ലേ? സ്ട്രക്ചേർഡ് അനാലിസിസിലൂടെ SRS ഡോക്യുമെന്റ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുകയും അവ മറ്റൊരു മോഡൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഈ SRSൽ നിന്നും. അതാണ് സ്ട്രക്ചേർഡ് അനാലിസിസ് എന്ന പ്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. സ്ട്രക്ചേർഡ് ഡിസൈനിലാണെങ്കിൽ ഈ DFDയെ ഇൻപുട്ടായി സ്ട്രക്ചേർഡ് ഡിസൈൻ സ്വീകരിക്കുകയും സ്ട്രക്ചർ ചാർട്ട് നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു. സ്ട്രക്ചേർഡ് അനാലിസിസ് ആക്ടിവിറ്റി SRS ഡോക്യുമെന്റിനെ DFD ആയിട്ട് മാറ്റുന്നു എന്ന് ചുരുക്കം. സ്ട്രക്ചേർഡ് അനാലിസിസിൽ ഫങ്ഷണൽ ഡീകമ്പോസിഷൻ ആണ് ചെയ്യുന്നത് എന്ന് കാണാം. ഈ അനാലിസിസ് ഫേസിലെ
ഇതിലൂടെ സിസ്റ്റത്തിലെ ഓരോ ഫംഗ്ഷനെയും പ്രത്യേകം അനലൈസ് ചെയ്യുകയും അവയുടെ ഹയറാർക്കിക്കൽ ഡീകമ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഹയറാർക്കിക്കൽ ഡീകമ്പോസ് ഇൻറ്റു മോർ ഡീറ്റെയിൽ ഫംഗ്ഷൻ അല്ലേ. ഹയറാർക്കിക്കൽ ഡീകമ്പോസിഷൻ എന്താണെന്ന് ട്രീ സ്ട്രക്ചറിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. സ്ട്രക്ചേർഡ് ഡിസൈനിൽ എന്നാൽ സ്ട്രക്ചേർഡ് അനാലിസിസിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഫംഗ്ഷനുകളെ മോഡ്യൂൾ സ്ട്രക്ചറിലേക്ക് മാപ്പ് ചെയ്യുന്നു, ഫംഗ്ഷനെ മോഡ്യൂൾസ് ആയിട്ട് മാറ്റുന്നു എന്നുള്ള പ്രക്രിയ അവിടെ ഉണ്ടാകുന്നു എന്ന് കാണാൻ കഴിയും. അതാണ് രണ്ടാമത്തെ പ്രക്രിയ സ്ട്രക്ചേർഡ് ഡിസൈൻ. ദിസ് മോഡ്യൂൾ സ്ട്രക്ചർ ഈസ് ഓൾസോ കോൾഡ് ഹൈ ലെവൽ ഡിസൈൻ ഓർ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഫോർ ദി ഗിവൺ പ്രോബ്ലം. അങ്ങനെ ഫംഗ്ഷനുകളെ, ഹൈ ലെവൽ ഫംഗ്ഷനുകളെ ഡീകമ്പോസ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷനുകളാക്കി മാറ്റുകയും അവയെ മോഡ്യൂളുകളായി മാപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയെ ഹൈ ലെവൽ ഡിസൈൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്നാണ് പറയുക. ഇവ സ്ട്രക്ചർ ചാർട്ടിലൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യപ്പെടാവുന്നതാണ്. അതായത് ഈ മാപ്പ് ചെയ്ത് ലഭ്യമാകുന്ന മോഡ്യൂളുകളെ സ്ട്രക്ചർ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്ട്രക്ചേർഡ് അനാലിസിസിന്റെ ഉപയോഗം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ആലോചിച്ചാൽ മതി. സ്ട്രക്ചേർഡ് അനാലിസിസ് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന, അപ്പോൾ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സ്ട്രക്ചേർഡ് അനാലിസിസ് ഉപകരിക്കുമെങ്കിൽ സ്ട്രക്ചേർഡ് ഡിസൈനിന്റെ ഉപകാരം എന്ന് പറയുന്നത് ഡിഫൈൻ ദ സ്ട്രക്ചർ ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക, ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ ചെയ്യാനായിട്ട് സഹായകമാകുന്ന, ഏറ്റവും പ്രയോജനമാകുന്ന ഒരു ഡിസൈനിലേക്ക് പോകുക, സൊല്യൂഷൻ ഡിസൈനിലേക്ക് പോകുക. അത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ നമുക്ക് ഫലവത്തായി എഴുതാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്ട്രക്ചേർഡ് ഡിസൈനിന്റെ നേട്ടമായി കാണാൻ കഴിയുക. സ്ട്രക്ചേർഡ് അനാലിസിസ് ടെക്നിക് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അണ്ടർലൈങ് പ്രിൻസിപ്പിൾ. ഒന്ന്, സ്ട്രക്ചേർഡ് അനാലിസിസിൽ നമ്മൾ കണ്ടതുപോലെ ഹൈ ലെവൽ ഡിസൈനുകൾ ചെറിയ മോഡ്യൂൾ ഫംഗ്ഷനുകളായി ഡീകമ്പോസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്കൊരു ടോപ്പ് ഡൗൺ ഡീകമ്പോസിഷൻ അപ്രോച്ച് ഇവിടെ അനിവാര്യമാണെന്ന് കാണാം. അടിസ്ഥാനപരമായ സ്ട്രക്ചർ അനാലിസിസ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഈ ടോപ്പ് ഡൗൺ പ്രിൻസിപ്പിൾ എന്ന് പറയുക. ആപ്ലിക്കേഷൻ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ പ്രിൻസിപ്പിൾ. ത്രൂ ദിസ് ഈച്ച് ഹൈ ലെവൽ ഫംഗ്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ്ലി ഡീകമ്പോസ്ഡ് ഇൻടു ഡീറ്റെയിൽ ഫംഗ്ഷൻ. നമുക്കറിയാം, ഏതൊരു വലിയ ഒരു സംരംഭത്തെയും പരാജയപ്പെടുത്തണമെങ്കിൽ വഴിയെന്ന് പറയുന്നത് അതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ നാട്ടുരാജ്യങ്ങളിൽ പിടിച്ചടക്കാനായിട്ട് രാജാക്കന്മാർ അവലംബിച്ചിരുന്ന തന്ത്രവും ഇത് തന്നെയായിരുന്നു. വലിയ ഒന്നിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അതിനെ ചെറുതായി ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഓരോ ചെറിയ മോഡ്യൂളിനെയും കീഴടക്കി വരിക. പ്രോഗ്രാമിലും ഇതന്വർത്ഥമാണെന്ന് തോന്നുന്നു. വലിയൊരു മോഡ്യൂളിനെ ചെറിയ മോഡ്യൂളുകളായി ഡിവൈഡ് ചെയ്യുക, ചെറിയ മോഡ്യൂളുകളുടെ സൊല്യൂഷൻ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കിട്ടുന്ന ചെറിയ സൊല്യൂഷൻസ് ഒക്കെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾ വലിയ പ്രശ്നത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തും എന്നുള്ളതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ പ്രിൻസിപ്പിൾ പറയുക. അങ്ങനെ ഈ അനാലിസിസിലൂടെ വരുന്ന റിസൾട്ടിനെ പിക്ചോറിക്കലായി, ഗ്രാഫിക്കലായി റെപ്രസെന്റ് ചെയ്യുന്ന സംവിധാനമാണ് ഡേറ്റ ഫ്ലോ ഡയഗ്രംസ് എന്നറിയപ്പെടുന്ന DFDs. DFD എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹയറാർക്കിക്കൽ ഗ്രാഫിക് മോഡൽ ആയിരിക്കാം. ഷോസ് ഡിഫറെന്റ് പ്രോസസിങ് ആക്ടിവിറ്റീസ്. ഇത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? എന്തൊക്കെ ജോലികളാണ് ഈ ഓരോ ഫംഗ്ഷനുകളും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ സിസ്റ്റം പെർഫോം ചെയ്യുന്നത്. അതുപോലെ ഈ ഫംഗ്ഷനുകളിലേക്ക് എന്തൊക്കെ ഡേറ്റയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ജോലികൾ നിർവഹിക്കണമെന്നും ആ ജോലികൾ നിർവഹിക്കാനായിട്ട് വ്യത്യസ്തങ്ങളായ ജോലികൾക്ക് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകേണ്ടത്, ഇന്റർചേഞ്ച് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ DFDയുടെ ഏറ്റവും വലിയ നേട്ടം. DFD കണ്ടാൽ
DFD മോഡൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡേറ്റ ഫ്ലോ ആസ്പെക്റ്റിനെയാണ്. ആ പേര് പറയുന്നത് പോലെ ഡേറ്റ ഫ്ലോ ഡയഗ്രാം ആണ്. പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റയുടെ ഫ്ലോയുടെ ആസ്പെക്ട് തന്നെയാണ്. അതിലൂടെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു ലോജിക്കൽ സീക്വൻസ് ഈ DFD കണ്ടാൽ കിട്ടുമെന്ന് നമ്മൾ കരുതരുത്. നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റിയാണ് ചെയ്യുന്നതെന്നും അത് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡേറ്റയാണ് അനിവാര്യമെന്നും മാത്രമേ ഈ ഡയഗ്രം നോക്കിയാൽ കിട്ടത്തുള്ളൂ. അല്ലാതെ ഓരോ ഫംഗ്ഷനും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഈ DFD മോഡൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ വിച്ച് ദ ഫംഗ്ഷൻ മേ ഓർ മേ നോട്ട് ബി എക്സിക്യൂട്ടഡ്, എന്ത് നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നത് എന്നും അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുന്നതെന്നും ഉള്ള വിവരങ്ങളൊന്നും ഈ DFD നിങ്ങൾക്ക് പ്രദാനം ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ആസ്പെക്ട്സ് സച്ച് ആസ് കൺട്രോൾ ഫ്ലോ അതിനകത്ത് ലഭ്യമാകില്ല. അതുപോലെ ഓരോ ഫംഗ്ഷനും എന്ത് അൽഗോരിതമാണ് ഫോളോ ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. ഇത്തരത്തിൽ അതിന്റെ ഓരോ ഫംഗ്ഷനിലും ഇന്റേണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും അഥവാ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. മറിച്ച് എന്തൊക്കെ ഫംഗ്ഷനാണ് ഈ സിസ്റ്റം ചെയ്യുന്നതെന്നും അവയ്ക്ക് എന്തൊക്കെ ഡേറ്റ അനിവാര്യമാണെന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. DFD ടെർമിനോളജിയിൽ ഓരോ ഫംഗ്ഷനും അറിയപ്പെടുന്നത് ഒരു പ്രോസസ് അല്ലെങ്കിൽ ബബിൾ എന്നാണ്. അപ്പൊ DFDയിൽ ബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു പ്രോസസ് ആണെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു കൺസിഡർ ഈച്ച് ഫംഗ്ഷൻ ആസ് എ പ്രോസസിംഗ് സ്റ്റേഷൻ. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് കുറെ ഫംഗ്ഷൻ ഉണ്ടാകുക, ഓരോ ഫംഗ്ഷനും ഓരോ പ്രോസസിംഗ് സ്റ്റേഷൻ ആയിട്ട് അനുമാനിക്കുക, ആ പ്രോസസ്സിംഗ് നിർവഹിക്കാനായിട്ട് ഒരു പ്രത്യേക ഇൻപുട്ട് കൊടുക്കുന്നു, അവ ഒരു പ്രത്യേക ഔട്ട്പുട്ട് പ്രദാനം ചെയ്യുന്നു. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് കാണുന്നത്. അവയുടെ ഉത്തരവാദിത്തങ്ങളൊന്നും നമുക്കറിയാൻ കഴിയില്ല. അവയിലേക്ക് എന്ത് പോകുന്നു, എന്തവ നൽകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ കിട്ടൂ. നമുക്ക് അവയെ പറ്റി കൂടുതൽ പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ്, അവയെ ബബിൾ ചാർട്ട് എന്നും അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഫംഗ്ഷനെ അവിടെ ബബിൾ എന്നും രേഖപ്പെടുത്തിയത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. DFD is a simple graphic formality. വളരെ ലളിതമായ ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ രീതിയാണ് DFD മെത്തേഡ്. അവ ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ ഇൻപുട്ടും സിസ്റ്റം എന്തൊക്കെ ഉത്തരവാദിത്തം നിർവഹിക്കുമെന്നും എന്തൊക്കെ ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസേ നമുക്ക് ലഭിക്കത്തുള്ളൂ. മെയിൻ റീസൺ, പ്രധാനപ്പെട്ട DFD ടെക്നിക് പോപ്പുലർ ആവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്, മനസ്സിലാക്കാനും ഉപയോഗിക്കാനും ലളിതമാണ് എന്നുള്ളതാണ്. DFD മോഡൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിംബൽസ് മാത്രമേ, യഥാർത്ഥത്തിൽ 5 സിംബലുകൾ മാത്രമേ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അവയും ആ DFDയിൽ ഉപയോഗിക്കുന്ന ഡേറ്റ ഫ്ലോയ്ക്കും ഉപയോഗിക്കുന്ന സിംബലുകളെ പറ്റി നമുക്ക് പരിചയപ്പെടാനായിട്ട് നോക്കാം. 5 സിംബലുകൾ കണ്ടു. ഈ പേരുകൾ ഓർത്തു വയ്ക്കുക. എക്സ്റ്റേണൽ എൻറ്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ക്വയർ സിംബൽ ഉപയോഗിച്ചിട്ടാണ്. പ്രോസസ് റെപ്രസെന്റ് ചെയ്യുന്നത് ബബിൾ അല്ലെങ്കിൽ സർക്കിൾ ഉപയോഗിച്ചിട്ടാണ്. ഡേറ്റ സ്റ്റോർ റെപ്രസെന്റ് ചെയ്യുന്നത് 2 ലൈൻ, പാരലൽ ആയിട്ടുള്ള 2 ലൈൻ ഉപയോഗിച്ചാണ്. ഡേറ്റ ഫ്ലോ റെപ്രസെന്റ് ചെയ്യുന്നത് ആരോ മാർക്ക് സിംബൽ ഉള്ള ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ചിട്ടാണ്. ഔട്ട്പുട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു കോർണർ ഫോൾഡർ ആയിട്ടുള്ള സ്ക്വയർ സിംബൽ ഉപയോഗിച്ചിട്ടാണ്. ഈ 5 സിംബലുകളാണ് സാധാരണയായി പ്രിമിറ്റീവ് ആയിട്ട് നമ്മൾ ഈ DFD കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകൾ. പരീക്ഷയ്ക്ക് ഒരു 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സിംബൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് DFD. There are essentially 5 different symbols നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് DFD. ഇതിനെ നമ്മൾ പ്രിമിറ്റീവ് സിഗ്നൽ എന്ന് പറയുന്നു, സിംബൽസ് എന്ന് പറയുന്നു. ഈ സിംബൽസിന്റെ അർത്ഥവും അതിന്റെ ഉപയോഗവും ഒക്കെ നമ്മൾ ഇനി കാണും. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നെന്ന് പറയുന്നത് ഫംഗ്ഷൻ സിംബൽ എന്ന് പറയുന്നു. ഫംഗ്ഷൻ സിംബൽ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. ബബിൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ സർക്കിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സിംബലിനെ നമ്മൾ പ്രോസസ് അല്ലെങ്കിൽ ബബിൾ എന്നാണ് പറയുന്നത്. ഒരു ഫംഗ്ഷനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പ്രോസസ് അല്ലെങ്കിൽ ബബിൾ എന്ന സിംബൽ. ബബിൾസ് അനോട്ടഡ് വിത്ത് ദ നെയിംസ് ഓഫ് ദി കറസ്പോണ്ടിങ് ഫംഗ്ഷൻ. ഓരോ ബബിളിനകത്തും അനോട്ടേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് എഴുതണം എന്ത് ഫംഗ്ഷൻ ആണ് അത് ചെയ്യുന്നത്. ഇപ്പം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ബബിൾ ആണെങ്കിൽ ബബിൾ ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് സ്ക്വയർ റൂട്ട് നമ്മൾ എഴുതും. അതായത് ബബിളിനകത്ത് നിങ്ങൾ എഴുതണം എന്തുദ്ദേശമാണ് ആ ബബിൾ നിർവഹിക്കുന്നത്
എന്ന് നിങ്ങൾ DFDയിൽ കാണിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അല്ലാതെ കുറെ സർക്കിൾ വരച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഓരോ സർക്കിളിനും ഓരോ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്താണെന്ന് ആ സർക്കിളിനുള്ളിൽ രേഖപ്പെടുത്തണം. അതാണ് അനോട്ടഡ് വിത്ത് പർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിമ്പിളാണ് എക്സ്റ്റേണൽ എൻറ്റിറ്റി സിമ്പിൾ. അപ്പോൾ ഒരു സിമ്പിൾ നമ്മൾ സർക്കിൾ പഠിച്ചു, ബബിൾ പഠിച്ചു. രണ്ടാമത്തെ സിമ്പിളാണ് എക്സ്റ്റേണൽ എൻറ്റിറ്റി സിമ്പിൾ. എക്സ്റ്റേണൽ എൻറ്റിറ്റി സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടാണ്. എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. സിസ്റ്റത്തിനകത്തേക്ക് നിങ്ങൾ പുറം ലോകത്തുനിന്ന് കൊടുക്കുന്ന ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റയും ഓരോ ഫംഗ്ഷനും പുറം ലോകത്ത് നിന്ന് സ്വീകരിക്കുന്ന ഡേറ്റയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡേറ്റയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ എൻറ്റിറ്റി സിമ്പിൾ അല്ലെങ്കിൽ സ്ക്വയർ റെക്റ്റാങ്കിൾ സിമ്പിൾ. In addition to human users, external entity symbols can be used to represent external hardware. അല്ലെ, സാധാരണ ഹ്യൂമൻ യൂസേഴ്സ് ആയിരിക്കും ഡേറ്റ സപ്ലൈ ചെയ്യുന്നത്. അവ അല്ലാതെ എക്സ്റ്റേണൽ എൻറ്റിറ്റി ആകാൻ സാധ്യതയുള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ഹാർഡ്വെയറിൽ നിന്ന് നമ്മൾ ഡേറ്റ സ്വീകരിക്കും. അതായത് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ സപ്പോസ് ലൈബ്രറി പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാർകോഡ് റീഡർ ഉപയോഗിക്കും. അവിടെ ബാർകോഡ് റീഡറാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ് ഡേറ്റ സപ്ലൈ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ചിലയിടത്ത് സോഫ്റ്റ്വെയർ ആയിരിക്കും, ഒരു സോഫ്റ്റ്വെയറിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും വേറൊരു സോഫ്റ്റ്വെയറിന്റെ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇവയ്ക്ക് ഡേറ്റ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനദർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാകാം ഈ സോഫ്റ്റ്വെയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ നമ്മൾ മോഡൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇവയാണ് എക്സ്റ്റേണൽ എൻറ്റിറ്റി സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഡേറ്റ ഫ്ലോ സിമ്പിൾ. ഡയറക്റ്റഡ് ആർക്ക് അല്ലെ, ആരോ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ആരോ ഇട്ടിട്ട് റൈറ്റിലേക്ക് ആരോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡേറ്റ ഫ്ലോ ഇപ്പോൾ റൈറ്റിലേക്കാണ്, ലെഫ്റ്റിലേക്ക് ആരോ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ്, ടോപ്പിലേക്കാണെങ്കിൽ ടോപ്പ്, ബോട്ടം ആണെങ്കിൽ താഴേക്ക്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡയറക്ഷൻസ് ചെയ്യാനായിട്ട് ഡേറ്റ ഫ്ലോ സിമ്പിൾസ് ഉപയോഗിക്കാം. ഡേറ്റ ഫ്ലോ സിമ്പിൾ ഉപയോഗിക്കുന്നത് രണ്ട് പ്രോസസറിനിടയിൽ ഡേറ്റ ഫ്ലോ എങ്ങനെ ഉണ്ടാകുന്നു, ഏതിൽ നിന്ന് ഏതിലേക്ക് ഡേറ്റ ഫ്ലോ ചെയ്യുന്നു. അതുപോലെ രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടാം. ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയും നിങ്ങളുടെ ഫംഗ്ഷനുമായിട്ടായിരിക്കും, ചിലപ്പോൾ ഫംഗ്ഷനും വേറൊരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയും ആയിട്ടായിരിക്കും, ഹാർഡ്വെയറോ സോഫ്റ്റ്വെയർ ആയിട്ടായിരിക്കും ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുക. എവിടെ നിന്ന് എവിടേക്കാണ് ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഡയറക്ഷൻ കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കണം. ഡയറക്ഷൻ സിമ്പിൾ ഉപയോഗിച്ചില്ലെങ്കിൽ കമ്പ്യൂട്ടർ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അനുമാനിക്കുന്നത് ഇവ രണ്ട് ഡയറക്ഷനിലും പോകാം, എക്സിൽ നിന്ന് ഒയിലേക്കും പോകാം, ഒയിൽ നിന്ന് എക്സിലേക്കും പോകാം എന്ന് അനുമാനിക്കും. അതുകൊണ്ട് കൃത്യം ഡയറക്ഷൻ കൊടുക്കണം. എക്സ് എന്ന് പറയുന്നത് ഒയിലേക്കാണോ ഡേറ്റ കൊടുക്കുന്നത്, അതോ ഒയ് എക്സിലേക്കും ഡേറ്റ കൊടുക്കുന്നുണ്ടോ? എക്സ് ഒയ് ഞാനിവിടെ പരാമർശിച്ചത് ഫങ്ഷൻസ് എന്ന് വിചാരിച്ചു. ഡേറ്റ ഫ്ലോ സിമ്പിൾസ് ആർ യൂഷ്വലി അനോട്ടഡ് വിത്ത് കറസ്പോണ്ടിങ് ഡേറ്റ നെയിം. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ഡേറ്റ ഫ്ലോ സിമ്പിൾസ് നിങ്ങൾ എഴുതുമ്പോൾ ആരോ മാർക്ക് വരയ്ക്കുമ്പോൾ ആരോ മാർക്കിന്റെ മേളിലോ താഴെയോ എന്തെഴുതിയിരിക്കണം? ആ ആരോ മാർക്ക് ഏതു ഡേറ്റയാണ് ഫ്ലോ ചെയ്യിക്കുന്നത്. കാരണം നമ്മുടെ ഈ സിമ്പിളിന്റെ ഈ ചാർട്ടിന്റെ പേര് തന്നെ ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റ ഫ്ലോ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അത്തരത്തിൽ ഡേറ്റ ഫ്ലോ സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവ അനോട്ട് ചെയ്യണം. അവ എന്ത് പർപ്പസിനാണ്? ഇപ്പം ഞാൻ പറയുന്നു ഒരു അധ്യാപകരുടെ സാലറിയുടെ ബേസിലാണെങ്കിൽ ഞാൻ പറയുന്നു സാലറിയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആരോ മാർക്ക് വരച്ചിട്ട് അതിന്റെ മേളിൽ എഴുതണം സാലറി. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, എക്സിൽ നൊയിലേക്ക് ഒരു ആരോ മാർക്ക് വരച്ചിട്ട് മേളിൽ സാലറി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് സാലറി എന്ന് പറയുന്ന ഒരു ഡേറ്റ നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി ഡേറ്റ സ്റ്റോർ, ഇപ്പം പറഞ്ഞ ഡേറ്റ ഫ്ലോ ആണ്. ഡേറ്റ സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സിമ്പിളാണ് രണ്ട് പാരലൽ ലൈൻസ്. നിങ്ങൾ കണ്ടു, അതിന് ഉപയോഗിക്കുന്നത് പാരലൽ ലൈൻസ് ഉപയോഗിക്കാം. അത് ഒരു ലോജിക്കൽ ഫയലിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കാരണം ഇന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ നാളെ എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ അതൊരു ലോജിക്കലായിട്ടൊരു ഫയലിൽ കീപ്പ് ചെയ്തേ മതിയാവത്തുള്ളൂ. ദാറ്റ് ഈസ് ഡേറ്റ സ്റ്റോർ സിമ്പിൾ ക്യാൻ റെപ്രസെന്റ് ഐദർ ഡേറ്റ സ്ട്രക്ചർ ഓർ ഫിസിക്കൽ ഫയൽ ഓൺ ദ ഡിസ്ക്. അതുകൊണ്ട് തന്നെ ഡേറ്റ സ്റ്റോർ സിമ്പിളിന് ഒന്നുകിൽ ഡേറ്റ സ്ട്രക്ചറിനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കിലെ ഫിസിക്കൽ ഫയലിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. Each data store is connected to a process by means of data flow symbol. അപ്പോൾ രണ്ട് എൻറ്റിറ്റിയെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഡേറ്റ ഫ്ലോ സിമ്പിൾസും പ്രയോജനപ്പെടുത്താൻ കഴിയും. ഡയറക്ഷൻ ഓഫ് ദ ഡേറ്റ ഫ്ലോ ആരോ ഷോസ്
whether data is being read or written into the data store. അല്ലെ, ഡയറക്ഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങോട്ടേക്കാണോ ഡേറ്റ പോകുന്നത്, ഈ ഫംഗ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ ഡേറ്റ, അതോ ഈ ഫംഗ്ഷൻ സ്വീകരിക്കുന്നതാണോ ഡേറ്റ എന്നറിയാനായിട്ട് കഴിയും. An arrow flowing in or out of the data store implicitly represent entire data of the data store. And hence, arrows connecting to data store need not be annotated with the name of the corresponding data item. അതുകൊണ്ട് ഇവിടെ ആരോ കണക്റ്റിംഗ് ഡേറ്റ, രണ്ട് ഡേറ്റ സ്റ്റോർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡേറ്റ ആരോയ്ക്ക് അനോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അതിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. കാരണം അത് ആരോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇംപ്ലിസിറ്റ്ലി റെപ്രസെന്റ് എൻറ്റയർ ഡേറ്റ എന്നുള്ളതാണ് അർത്ഥം. ഒരു ഡേറ്റ സ്റ്റോറിലേക്ക് നമ്മൾ ഡേറ്റ ഫ്ലോ വരയ്ക്കുമ്പോൾ ആരോ മാർക്ക് കൊടുത്തില്ലെങ്കിലും കാര്യമില്ല, കാരണം അത് എൻറ്റയർ ഡേറ്റയെ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് അനുമാനിച്ചതുള്ളൂ. പിന്നെയുള്ളത് അവസാനത്തെ സിമ്പലാണ്, അഞ്ചാമത്തെ സിമ്പൽ ഔട്ട്പുട്ട് സിമ്പൽ. ഔട്ട്പുട്ട് സിമ്പൽ ഈസ് യൂസ്ഡ് വെൻ ഹാർഡ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ട് സിമ്പൽ ഉപയോഗിക്കുന്നത്. ഒരു കോർണർ മടക്കിയ ഒരു ബോക്സ് സിമ്പൽ നമ്മൾ കണ്ടിരുന്നല്ലോ, അതാണ് ഔട്ട്പുട്ട് സിമ്പൽ എന്ന് പറയുന്നത്. ബിഫോർ വി വിൽ ഡിസ്കസ് ഹൗ ടു കൺസ്ട്രക്ട് DFT മോഡൽ, നമുക്ക് ചില ആസ്പെക്റ്റുകളെ DFT ആയിട്ട് ബന്ധപ്പെട്ട ആസ്പെക്റ്റുകളെ ചർച്ച ചെയ്യാം. ഒന്ന്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. രണ്ട് പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. റീഡിങ് എ നമ്പർ, വാലിഡേറ്റിംഗ് എ നമ്പർ. സെയിം റീഡിങ് എ നമ്പർ, വാലിഡേറ്റിംഗ് എ നമ്പർ. പക്ഷെ ഇവിടെ റീഡിങ് എ നമ്പറും വാലിഡേറ്റ് നമ്പറും കണക്ട് ചെയ്യുന്നത് ഒരു ഡേറ്റ ഉപയോഗിച്ചിട്ടാണ്. അത് നമ്പർ എന്ന് പറയുന്ന ഒരു ഡേറ്റ റെഡ് നമ്പറിൽ നിന്നും വാലിഡ് നമ്പറിലേക്ക് പാസ് ചെയ്യുന്നെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഡേറ്റ ഐറ്റം ഒരു ഡേറ്റ ബേസിലേക്ക് പോകുന്നു, റീഡ് ചെയ്ത നമ്പർ ഡേറ്റ ബേസിൽ അല്ലെങ്കിൽ സ്റ്റോറിലേക്ക് പോകുന്നു, അവിടെ നിന്ന് വാലിഡേറ്റ് എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡേറ്റ എടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുക. ഇതിൽ ഒന്ന് സിങ്ക്രണസ് ഓപ്പറേഷനും ഒന്ന് അസിങ്ക്രണസ് ഓപ്പറേഷനും. എന്താണ് വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ, രണ്ട് ബബിൾ ഡയറക്ട്ലി കണക്റ്റഡ് ബൈ എ ഡേറ്റ ഫ്ലോ ആരോ ആണെങ്കിൽ അവയെ സിങ്ക്രണസ് എന്ന് പറയാം. ഈ രണ്ട് ബബിളും തമ്മിലുള്ള ഓപ്പറേഷൻ സിങ്ക്രണസ് ആണ്. കാരണം ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്വീകരിക്കാൻ ആളുണ്ടാകണം, സിങ്ക്രണൈസ് ചെയ്യണം. അതല്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എഫക്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷെ ഈ കേസിൽ ഡേറ്റ പോകുന്നത് ഫയലിലേക്കാണ് അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിലേക്കാണ്. അപ്പോൾ തന്നെ വാലിഡേറ്റ് നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് സ്വീകരിക്കണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് അതിനെ അസിങ്ക്രണസ് എന്ന് പറയുന്നത്. അതിന് ഇഷ്ടമുള്ള സമയത്ത് അത് റീഡ് ചെയ്താൽ മതിയാകും എന്നുള്ളതാണ്. അപ്പോൾ ദിസ് മീൻസ് ദാറ്റ് ദേ ഓപ്പറേറ്റ് അറ്റ് ദ സെയിം സ്പീഡ്. അപ്പോൾ സിങ്ക്രണസ് ആണെങ്കിൽ ദേ ഓപ്പറേറ്റ് അറ്റ് ദി സെയിം സ്പീഡ്. രണ്ട് ഫംഗ്ഷൻ റീഡ് എ നമ്പറും വാലിഡേറ്റും ഒരേ സ്പീഡിൽ വർക്ക് ചെയ്യണം, അതായത് എന്നാലേ ഇത് കൊടുത്താൽ അതിന് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ സിങ്ക്രണസ് എന്ന് പറയുന്നത്. മറ്റേത് അസിങ്ക്രണസ് എന്ന് പറയും. ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടാണ്, ഡേറ്റ സ്റ്റോറിലൂടെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. However, if two bubbles are connected through a data store, then the speed of operation of the bubbles are independent. അല്ലെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്പീഡ് ഓഫ് ഓപ്പറേഷന് ഓഫ് ദ ബബിൾസ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഡേറ്റ സ്റ്റോർ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു ബബിൾ വേറൊരു ബബിളിനെ ഡിപ്പെൻഡ് ചെയ്തല്ല പോകുന്നത്. ഇതിന് ഇഷ്ടമുള്ള സമയത്ത് റീഡ് ചെയ്യാം, ഇതിന് ഇഷ്ടമുള്ള സമയത്ത് വാലിഡേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വാലിഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിങ്ക്രണസ് അസിങ്ക്രണസ്. 2 മാർക്ക് ചോദ്യത്തിന് സ്കോപ്പുള്ള ഒരു ചോദ്യമാണ് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ് ഓപ്പറേഷൻ. ഇനി നമുക്ക് ഡേറ്റ ഡിക്ഷണറി എന്താണെന്ന് നോക്കാം. ഓരോ DFT മോഡലിലും ഒരു ഡേറ്റ ഡിക്ഷണറി ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് കാണാം. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഡേറ്റ ഫ്ലോ ഡയഗ്രാം വരയ്ക്കുന്നത്, അവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡേറ്റ ഡിക്ഷണറി ഉണ്ടായിരിക്കണം. ഡേറ്റ ഡിക്ഷണറിയുടെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഡേറ്റ ഫ്ലോ ഡയഗ്രാത്തിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഡേറ്റ ഐറ്റംസിനെയും ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ ഡിക്ഷണറിയുടെ ഉത്തരവാദിത്വം. ഒരു ഡിക്ഷണറിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മുഴുവനും ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ആ ഭാഷയുടെ ഡിക്ഷണറി എങ്കിൽ, ഇവിടെ ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഡേറ്റ ഡിക്ഷണറി. അങ്ങനെ ഒന്ന് ബന്ധപ്പെടുത്തി ഓർത്താൽ എളുപ്പമായിരിക്കും. ഡേറ്റ ഐറ്റം ലിസ്റ്റഡ് ഇൻക്ലൂഡ് ഓൾ ദ ഡേറ്റ ഫ്ലോ. ഡേറ്റ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷന് നടത്തുന്ന ഡേറ്റ ഫ്ലോകളെ മുഴുവനും നമുക്കിവിടെ പരിഗണിക്കേണ്ടതായി വരും. അതുപോലെ കണ്ടന്റ് ഓഫ് ഓൾ ഡേറ്റ സ്റ്റോർസ് അപ്പിയറിംഗ് ഓൺ ഓൾ ദ DFT ഇൻ ദ DFT മോഡൽ. DFT മോഡലിനകത്ത് എല്ലാ DFTയിലും ഉപയോഗിക്കുന്ന ഡേറ്റ ഐറ്റംസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഈ ഡേറ്റ ഡിക്ഷണറി ഉപയോഗിക്കുന്നത് എന്ന് സാരം. ഡേറ്റ ഡിക്ഷണറി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എനി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. എല്ലാ ഡെവലപ്മെന്റ് പ്രോസസ്സിലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഡേറ്റ ഡിക്ഷണറി നിർവഹിക്കുന്നുണ്ട്. എന്തെന്നാൽ ഡേറ്റ ഡിക്ഷണറി കുറെ സ്റ്റാൻഡേർഡ് ടെർമിനോളജീസ് ഉപയോഗിക്കുന്നു. അത്
സ്റ്റാൻഡേർഡ് ടെർമിനോളജി ആയതുകൊണ്ട് ഒരേ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സിന് അവ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഡേറ്റ ഡിക്ഷണറിയുടെ സഹായത്തോടുകൂടി ഡെവലപ്പേഴ്സ് ക്യാൻ ഡിറ്റർമിൻ ഡെഫിനിഷൻ ഓഫ് ഡേറ്റ സ്ട്രക്ചർ. പല ഡേറ്റ സ്ട്രക്ചറിന്റെ ഡെഫിനിഷൻസ് എളുപ്പം മനസ്സിലാക്കാൻ ഡെവലപ്പേഴ്സിന് എന്ത് സഹായമാകുന്നു? ഡേറ്റ ഡിക്ഷണറി സഹായമാകുന്നു. അതുകൂടാതെ തന്നെ അവയുടെ കോമ്പണന്റ് എലമെന്റ്സ് വൈൽ ഇംപ്ലിമെന്റിങ് ഡിസൈൻസ്, അല്ലെ ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്ട്രക്ചറിനകത്തും ഓരോ കോമ്പണന്റിനകത്തും എന്തൊക്കെയുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് ഡേറ്റ ഡിക്ഷണറി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഡേറ്റ ഡിക്ഷണറി ഹെൽപ്സ് ടു പെർഫോം ഇമ്പാക്ട് അനാലിസിസ്. ഇമ്പാക്ട് അനാലിസിസ് ചെയ്യാനായിട്ടും ഡേറ്റ ഡിക്ഷണറി ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമിൻ ദ എഫക്ട് ഓഫ് സം ഡേറ്റ ഓൺ വേരിയസ് പ്രോസസിങ് ആക്ടിവിറ്റീസ്. ഒരു ഡേറ്റയുടെ ഇമ്പാക്ട് വേറെ ഒന്നിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ഇമ്പാക്ട് അനാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയിലൂടെ തിരിച്ചും എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിനകത്ത് ബബിൾസ് ഉണ്ടായിരിക്കും. ബബിളുകളെ കൂടാതെ ഞാൻ ആ പിക്ചർ ഒന്നുകൂടെ കാണിക്കുന്നു. ഈ ബബിളുകളെ കൂടാതെ അല്ലേ ഉണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് റീഡ് എ നമ്പർ, നമ്പർ വാലിഡേറ്റ്, വാലിഡ് നമ്പർ, ഡേറ്റ ഐറ്റം, ഇങ്ങനെയുള്ള പല എഴുത്തുകളും ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിൽ കാണും. ഈ എഴുത്തുകൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. ഇപ്പോൾ വാലിഡേറ്റ് എ നമ്പർ എന്തിനു വേണ്ടിയാണ് നമ്മളുടെ ചോദിച്ചത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ വാലിഡേറ്റ് എ നമ്പർ മീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ഷണറിക്കകത്ത് ഒരു ടാബുലാർ ഫോമിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇവിടെ ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള എൻ്റെ ഡെഫിനിഷൻസ്, ഇതൊക്കെ എന്താണ് പർപ്പസ് എന്നുള്ള കാര്യങ്ങൾ നിർവചിക്കുന്ന സ്ഥലമാണ് ഡേറ്റ ഡിക്ഷണറി. അത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ ഡേറ്റ ഡിക്ഷണറിക്കകത്ത് ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും അവയുടെ ഉപയോഗവും ശീലവും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കും എന്ന് കാണാനായിട്ട്. വളരെ ശ്രദ്ധിച്ച് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ തുടർന്നുള്ള നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പോകുന്നത് എങ്ങനെ ഒരു DFD ഉണ്ടാക്കാം, ഹൗ ടു ക്രിയേറ്റ് എ DFD എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് കൃത്യമായിട്ട് വായിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായി വായിച്ച കാര്യങ്ങൾ ഗ്രഹിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അല്ലെങ്കിൽ കോളിലൂടെ ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് കഴിയും. താങ്ക് യു സോ മച്ച്.